അങ്ങനല്ലടാ, ഞാൻ കാണിച്ചു തരാം. പാറു, ചായ. പാറു, ചായ. പാറുവമ്മേ, ദേ പതിവ് വീട് തുടങ്ങി. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യും. അപ്പോഴത്തേക്ക് ഞാൻ ചെന്ന് ചായ കൊടുത്തിട്ട് വരാം. അല്ലെങ്കിൽ നിങ്ങളുടെ മഹിയച്ഛൻ ഈ വീട് തിരിച്ച്. പാറു, ചായ. ഒരു ചായ കൊണ്ടുവരാൻ ഇത്ര താമസവും? ഞാൻ കൊച്ചുങ്ങളെ ഡാൻസ് പഠിപ്പിക്കുന്ന നേരത്തെ തന്നെ നിങ്ങൾക്ക് ചായ വേണോ അല്ലേ? നിങ്ങൾക്ക് ആരെങ്കിലും ചായയിൽ വല്ലതും കലർത്തി തന്നായിരുന്നോ? ഏത് സമയം നോക്കിയാലും ചായ ചായ ചായ. എന്റെ കൃഷ്ണ, നിനക്കറിയാലോ ചായയുടെ ടൈം ആകുമ്പോ എനിക്ക് ചായ വേണോന്ന്. അതിനിപ്പോ പ്രത്യേകം പറയണോ? അല്ലേലും നിനക്ക് പഴയ പോലെ എന്നോടൊരു സ്നേഹം ഇല്ല പാറു, കേട്ടോ? ഇനിയിപ്പൊ അങ്ങനെ പറ. അല്ല, ശിവ പോയായിരുന്നു പാറു? ഇല്ല, അവർ റെഡി ആകുക. അമ്മ, ഞാൻ ഇറങ്ങുവാണേ. മോനെ, പോയിട്ട് വാ. അച്ഛാ, അഗ്നി വന്നില്ലേ? ഇല്ലടാ, ഇന്ന് പാടത്ത് വിത്തിടലല്ലേ, അതുകൊണ്ട് വൈകും. എന്നാ ഞാൻ ഇറങ്ങും അച്ഛാ. അമ്മേ, പോയിട്ട് വരാവേ. മോനെ. അയ്യോ, എന്റെ കൊച്ചുങ്ങള്. അഗ്നിയേട്ടാ, വാ, സമയായി. ഈ അഗ്നിയേട്ടൻ അവിടെ എന്തെടുക്കുവാ? ദാ വരുന്നടാ പിള്ളാരെ. പാറുമ്മേ, പാല്. പാറു, ദേ പാല് വന്നേക്കുന്നു. ആ കൊച്ചിന് സ്കൂളിൽ പോകേണ്ടതാ, നീ ഇങ്ങോട്ട് വന്നേ. ഈ മനുഷ്യനെ കൊണ്ട്, നിങ്ങൾക്ക് ഈ കൂവുന്ന സമയം കൊണ്ട് അത് ആ കൊച്ചിന്റെ കയ്യിൽ നിങ്ങൾ മേടിച്ചു വെച്ചാൽ എന്താ? ഇങ്ങനൊരു മനുഷ്യൻ. എന്താ അമ്മേ, രാവിലെ തന്നെ തുടങ്ങിയോ? നിന്റെ അച്ഛനെ കൊണ്ട് ഞാൻ തോറ്റഗ്നി. എടാ, നിനക്ക് സ്കൂളൊന്നും പോകണ്ടേ? അഗ്നിയേട്ടാ, ഇത് കഴിഞ്ഞിട്ട് വേണം പോകാൻ. എന്നാ ശരി, ഞാൻ പോവുക. സ്കൂളിൽ വെച്ച് കാണാം. ശരിയടാ. നീ ചെന്ന് റെഡിയാക, ഞാൻ അപ്പോഴത്തേക്ക് കഴിക്കെടുത്തേക്കാം. അമ്മേ. ശരി അമ്മേ, ഞാൻ ഇറങ്ങുവാണേ. മോനെ. എടാ, നീ കൃഷി ഓഫീസിൽ കയറിയിട്ടല്ലേ വരുത്തോളൂ. അച്ഛാ. മഹിയേട്ടാ, നിങ്ങൾ നാത്തൂനെ വിളിച്ചായിരുന്നോ? അവരെപ്പോഴാ അവിടെ നിന്ന് ഇറങ്ങുന്നെന്നെല്ലാം പറഞ്ഞോ? എന്റെ കൊച്ചു ഇറങ്ങിയോ എന്തോ. പാവം, അവർക്ക് ഇങ്ങോട്ട് വരാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. അതെങ്ങനാ, ആ മുരടൻ സ്വഭാവമുള്ള തെണ്ടി വിടണ്ടേ ഇങ്ങോട്ട്? അവളെ ഇവിടെ നിർത്താതെ അവൻ അങ്ങ് കൊണ്ടുപോയേക്കുന്നു. ഞാൻ എൻ്റെ പെങ്ങളെ കാണരുതല്ലോ, അതുകൊണ്ട് മനഃപൂർവ്വം അവൻ അവളെയും കൊണ്ട് UK പോയതാ. അവന്റെ വിചാരം എനിക്ക് എവിടെ ചെല്ലാൻ പറ്റില്ലെന്നാ. ഞാനൊന്ന് വിചാരിച്ചാ മതി. അതിന് നിങ്ങൾക്ക് പാസ്പോർട്ട് ഉണ്ടോ? അതില്ല. പിന്നെ നിങ്ങൾ കടൽ കടന്നു പോവോ? ഞാൻ വേണമെങ്കിൽ എന്റെ പെങ്ങളെ കാണാൻ കടൽ കടന്നു വരെ പോവും. നിങ്ങൾ ഇവിടെ കിടന്ന് വാചകം അടിക്കാതെ അവളെ ഒന്ന് വിളിക്കേ. ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. ഇനിയിപ്പോ എന്റെ കോള് കാണുമ്പോൾ അവൻ എടുക്കാതിരിക്കുമോ എന്തോ.
ഓ എൻ്റെ പെങ്ങളുടെ ഒരു വിധി. അവളായിട്ട് പോയതല്ലയോ? ഡിഡി, എൻ്റെ പെങ്ങളെ കുറ്റം പറയണ്ട. അവൻ കാക്കി എടുത്തത് തന്നെയാ എൻ്റെ പെങ്ങളെ, അതെനിക്കറിയാം. ഓ, നിങ്ങളും നിങ്ങളുടെ ഒരു പെങ്ങളും. ഞാൻ പോവാ. எங்க அண்ணன் அன்ப அள்ளி தெளிக்கிறதில் மண்ண தங்க பாசத்தில் அவனை தான் அடிச்சுக்க ஊரல ஆளே கிடையாது. எங்க அண்ணன் அன்ப அள்ளி தெளிக்கிறதில் மண்ண தங்க பாசத்தில் அவனை தான் அடிச்சுக்க ஊரல ஆளே கிடையாது. ഹലോ ഏട്ടാ. മോളെ, നീ ഇറങ്ങിയില്ലേ? നാളെ ഉച്ചക്കത്തേക്കാണ് ഫ്ലൈറ്റ് ബുക്ക് ചെയ്തത്. ആണോ? എല്ലാം എടുത്തു വെച്ചല്ലോ, ചാർജറും എല്ലാം എടുക്കണേ. ഒന്നും മറന്നു വെക്കരുത് കേട്ടല്ലോ മോളെ. ആ ഏട്ടാ, എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. അല്ല, എൻ്റെ പിള്ളേരെന്തിയേ? ഒന്നും പറയണ്ട ഏട്ടാ, ഇളയതാണെങ്കിൽ പബ്ബി പോയേക്കുക. ആ കുരുത്തം കെട്ടതിന് ഇതേ പണിയുള്ളോ? എന്ത് ചെയ്യാനാ, പറഞ്ഞാ കേക്കണ്ടേ. ആ അല്ല, സാക്ഷി എവിടെ? അവൾ ഇറങ്ങി. നിന്റെ ആ കണ്ടംപൂച്ച ഭർത്താവ് എന്തിയേ? ഓ, അതിവിടെ ഉണ്ട്. കണ്ടംപൂച്ച അവന്റെ. ഏട്ടാ ഒന്നും വേണ്ടായിരിക്കും. ആ എന്നാ ശരി ഏട്ടാ, ഞാൻ നാളെ വിളിക്കാം. ആ ശരി മോളെ, വെക്കുവാണേ. ആ ഏട്ടാ. ഇഷാനി, കം. യാ, കമ്മിങ്. കരിമിഴിയുള്ള കളവാണി കൂന്തൽ കണ്ടപ്പോ കണ്ണൊന്ന് ഉടക്കി ചിരിക്കല പെണ്ണ കല്യാണി നിന്റെ പാറത്തെ പുള്ളി എന്നെ കുടി നിന്റെ കണ്ണിലെ നിറം കണ്ട് കയ്യിലെ വള കണ്ട് കാലിലെ കൊലുസിട്ട് എന്നെ കുടുക്കി അരയിലെ അരഞ്ഞാണ്. Hey, what's up girls? How dare you touch my hand, idiot? Do you know who I am, bastard? Ishani, no. Take off your hand, bastard. I will punish you, idiot. You bloody rascal. I was broken from a young age, taking my soul into the masses, writing my poems for the few that looked at me, took to me, shook to me, feeling me, singing my heartache. I'm the pain, taking my message from the vein, speaking my lesson from the brain, seeing the beauty through the Ishani, come on. Don't make a scene anymore. സാക്ഷി, മോളെ നീ ഇതുവരെ റെഡി ആയില്ലേ? ദാ വരുന്നമ്മേ. മഴയായി കിളിവാതിലിൽ വന്നു ചാരേ നിന്നെ കൺപാർക്കുവാൻ. ചേച്ചി, നീ ഇതുപോലെ ടെമ്പിളിലും പോകുവാണോ? അല്ല പിന്നെ നീ എന്തിനാ ഈ സാരി എടുത്തേക്കുന്നത്? എനിക്കിതാണ് കംഫോർട്ട്. ഞാൻ നിന്നെ പോലെ കുട്ടി നിക്കർ ഇട്ടാണ്ടല്ല നടക്കുന്നത്. ദേ ചേച്ചി, എൻ്റെ ഡ്രസ്സിനെ പറ്റി വല്ലതും പറഞ്ഞാലാ. പിന്നെ നീയും എൻ്റെ ഡ്രസ്സിനെ പറ്റിയല്ലേ പറഞ്ഞത്? ഓ, രണ്ടെണ്ണം തുടങ്ങി, ഒന്ന് നിർത്തുവോ? ദേ ഇഷു, അവൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് അവളുടെ ഇട്ട്, അതിനിപ്പോ നിനക്കെന്താ? എനിക്കൊന്നുമില്ല മമ്മി. ദേ പെണ്ണെ, നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് എന്നെ ഈ മമ്മി കുമ്മിയൊന്നും വിളിക്കരുതെന്ന്. നിന്റെ വായിലെന്താ അമ്മ എന്നുള്ള വാക്ക് വരത്തില്ലേ? അത് പിന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ അവരുടെ പാരൻസിനെ മമ്മ പപ്പ എന്നൊക്കെയല്ലേ വിളിക്കുന്നത്. അത് കേട്ട് എനിക്കങ്ങ് ശീലമായി മമ്മി. മമ്മി എന്താ ഇങ്ങനെ ഈ കൾച്ചർ ഇല്ലാത്ത പോലെ പെരുമാറുന്നത്? നിന്റെ ഒരു കൾച്ചർ, നീ എൻ്റെ നാട്ടിലോട്ട് തന്നെയല്ലേ വരുന്നത്. അവിടെ നിന്നെ ഞാൻ കൾച്ചർ എന്താണെന്ന് തന്നെ പഠിപ്പിച്ചു തരാം. എൻ്റെ ചെറുക്കന് നിന്നെക്കാട്ടി നല്ല കൾച്ചറുണ്ട്. ഏത്? ആ ഫാർമറിനോ? ദേശു വേണ്ട, എൻ്റെ ചെറുക്കനെ തൊട്ട് കളിക്കണ്ട. ഓ, ഇന്നെങ്ങാനും രണ്ടെണ്ണം ഇറങ്ങൂ. ഇനി ഫ്ലൈറ്റ് കിട്ടിയില്ലെങ്കിൽ നിന്റെ ഏട്ടൻ എന്നെ ആയിരിക്കും പ്രാകുന്നത്. കണ്ടോ, അതിനും അയാൾ എൻ്റെ ഏട്ടനെ കുറ്റം പറയും. എൻ്റെ ദേവി, ഏത് നേരത്താണോ ഇങ്ങനെ കൂടെ ഇറങ്ങി വരാൻ തോന്നിയത് എനിക്ക്. പാവം എൻ്റെ ഏട്ടൻ. ഓ കൊള്ളാം. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ആ തുടങ്ങി. എന്തിൻ്റെ പേര് അടിയിട്ടാൽ ലാസ്റ്റ് അമ്മാവൻ്റെ പേരിലെ നൃത്തത്തോള്. എന്താ നിങ്ങൾ രണ്ടാളും ഇങ്ങനെ? അമ്മ അച്ഛ വാ ഇറങ്ങാം. ഇഷു വാടി. ആ വരുന്നു.
എന്ത് ചൂടാ മമ്മി ഇവിടെ, സോ ഹോട്ട്. ഓ എനിക്ക് തീരെ പറ്റണില്ല ഇവിടുത്തെ ക്ലൈമറ്റ്. ഓ എൻ്റെ പൊന്നിഷു, നീ ഇവിടെ വന്നേലും ആ വാടച്ചൊന്നും മിണ്ടാതിരിക്കുവോ? ദേ ആ നിൽക്കുന്നതാണോ അമ്മേ? ആ ആ അതാണോ നമ്മുടെ ഡ്രൈവർ? ഹേ ഡ്രൈവർ. അയ്യോ ഇവളെന്ത് കാണിക്കുന്നത്? എന്താ മെന്തുറ്റി? എടി അത് നമ്മുടെ അഗ്നിയാ. അഗ്നിയേട്ടനാണോ അത്? ഷോ ഈ പെണ്ണിത്. ഹേ ഡ്രൈവർ, ദാ ഈ ലഗേജ് ഒക്കെ എടുത്ത് പെട്ടെന്ന് വെക്ക്. എന്നിട്ട് ആ ഡോറ് തുറന്ന് AC കുറച്ച് കൂട്ടിയിട്ട്. സോ ഹോട്ട്, ഐ ആം വെരി വെരി ടയേർഡ്. ഓ ഇവളേത് മോനെ. ആ അമ്മായി. മോനെ അതൊന്നും കാര്യക്കണ്ട കേട്ടോ, അവൾ അങ്ങനെ. ആ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് കുറച്ചൊക്കെ. ആ പിന്നെ ഇനിയിപ്പം മോനുണ്ടല്ലോ, നീ ശരിയാക്കിക്കോളുമല്ലോ അവളെ. ആ ഞാൻ ശരിയാക്കുന്നുണ്ട്. അഗ്നിയേട്ടാ. ആ സാക്ഷി, നീ അങ്ങ് വളർന്നല്ലോടി. നിന്റെ മാഗസിൻ പരിപാടിയൊക്കെ എങ്ങനെയുണ്ട്? ആ കുഴപ്പമില്ലാതെ പോകുന്നേട്ടാ. ഏട്ടൻ്റെ കൃഷിപ്പണിയൊക്കെ എങ്ങനെയുണ്ട്? ആ അതിങ്ങനെ വഴിപോലെ നടക്കുന്നുണ്ട്. നിങ്ങൾ അവിടെ കഥ പറഞ്ഞുകൊണ്ടിരിക്കാതെ ഇങ്ങോട്ടൊന്ന് വരൂ, എനിക്ക് ചൂടെടുത്തിട്ട് വയ്യ. പെട്ടെന്ന് വന്ന് വണ്ടി എടുക്ക് ഡ്രൈവർ. ഓ ഇവള് കടിക്കൂ അമ്മായി. മോനത് കാര്യാക്കണ്ടടാ, വാ. ആ ശരി, വാ നിങ്ങൾ കേറ്. ആ ഡ്രൈവർ പെട്ടെന്ന് വണ്ടി എടുക്ക്, എനിക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലെത്തണം. ഹലോ മാഡം, ഞാൻ തൻ്റെ ഡ്രൈവറൊന്നുമല്ല. ഞാൻ അഗ്നി, നിന്റെ മഹിയച്ഛൻ്റെ ഇളയ മോന. ഓ യു ഫാർമർ. എന്താ? നിങ്ങളല്ലേ കൃഷിക്കാരൻ? അതെ. എന്താ കൃഷിക്കാരൻ, എന്താ ഇപ്പൊ കുഴപ്പം? ഏയ് ഒരു കുഴപ്പമില്ല. ആ എന്നാ നമുക്ക് പോവാം. ആ ഏട്ടാ പോവാം. ഓ എന്ത് ചൂടായത്, നിങ്ങളൊക്കെ എങ്ങനെ സഹിക്കുന്നു? അയ്യോ മമ്മി പറ്റുന്നില്ല മമ്മി. അയ്യോ. ഓ ഇതിന്റെ വയലുള്ള തുണിയും കയറ്റേണ്ടി വരും. അല്ല മോനെ, നാത്തൂനിപ്പോഴും ഡാൻസ് പഠിപ്പിക്കൽ പരിപാടിയൊക്കെ ഉണ്ടോ? ആ അമ്മായി ഉണ്ട്, കുറച്ച് കുട്ടികളുണ്ട് ഇപ്പം. ആ അല്ല നിന്റെ അച്ഛനുണ്ടോടാ അവിടെ? ആ അച്ഛൻ റിട്ടയർഡ് ആയല്ലോ, അതുകൊണ്ട് പിന്നെ അവിടെ തന്നെ ഉണ്ട്. ഓ ഒരു പണിയില്ല, ചൊറിയും കുത്തി ഇരിക്കുമായിരിക്കും അല്ലേ? ഒന്നടങ്ങ് മനുഷ്യൻ, നിങ്ങൾക്ക് എപ്പോഴും എൻ്റെ ഏട്ടനെ കുറ്റം പറഞ്ഞാലേ സമാനം വരത്തോളല്ലോ. മോൻ ഇതൊന്നും കാര്യമാക്കണ്ട, ഈ തന്തയും മോളും കണക്കാ. വാട്ട് മമ്മി? മമ്മി എന്ത് ടോക്കിയത്? ഓ എൻ്റെ ഇഷ്യൂ, ദൈവത്തെ ഓർത്ത് ഒന്നും മിണ്ടാതിരിക്ക്. തന്തയും മോളും എനിക്കൊരു സൗര്യം എന്താ? ആ അമ്മാവന്റെ ക്യാരക്ടർ തന്നെ അല്ലേ ഇവക്കും? നിനക്കത് മനസ്സിലായില്ലേ? എന്ത് ചെയ്യാനാ മോനെ. ഓ ഇത് എന്ത് വഴിയായത്, ഇവിടെ മൊത്തം കുണ്ടും കുഴിയാണല്ലോ. നിങ്ങളൊക്കെ ഇതിൽ കൂടെ എങ്ങനെ പോന്ന്? ഓ ഷിറ്റ്. മാഡത്തിന് ഇനി ഈ റോഡ് ഞങ്ങൾ പുതുതായിട്ട് പണിഞ്ഞ് ടാറൊക്കെ ഇട്ട് വേണമെങ്കിൽ നടപ്പാതൊക്കെ ഇട്ട് രാജകുമാരിയെ പോലെ എഴുന്നള്ളിക്കാം. അത് മതിയോ? അവളൊരു ചാട. നീ ഞാൻ കാണിച്ചൊരടി കാട്ടുമുയലേ. വാട്ട്? താനെന്താ മർമർ ചെയ്തേ? ഓ ഞാനൊന്നും മർമർ ചെയ്തില്ല. ചുമ്മാ ടോക്കിക്കൊണ്ടിരിക്കാതെ വണ്ടി ഓടിക്കടോ. ഓ ഇവളെ. ഏട്ടാ. ആ മോളെ. ഏട്ടാ. ഓ ഏട്ടനെ മതിയല്ലോ ഇപ്പം. ഓ എന്റെ പൊന്ന് നാത്തൂനെ, പിണങ്ങാതെ. യാത്രയൊക്കെ സുഖായിരുന്നോടി? ആ നാത്തു. അല്ലടി നിന്റെ ഭർത്താവ് എന്തേ? ഇനി അവൻ വന്നില്ലേ? നിന്നെ അവൻ ഉപേക്ഷിച്ചാലും നിന്നെ നോക്കാനുള്ള ആസ്തിയൊക്കെ ഈ ഏട്ടനുണ്ട്, അത് നിനക്കറിയാലോ. ആ ആസ്തിയൊക്കെ നിന്റെ കൈ തന്നെ വെച്ചോ. ഓ ഈ കാട്ടുവച്ചൂടുണ്ടായിരുന്നോ? എന്താ എന്തെല്ലാം പറഞ്ഞോ നീ? ഒന്നും പറഞ്ഞില്ല. ആ അതാ നിനക്ക് നല്ലത്. ഓ രണ്ടെണ്ണം കൂടെ നടുമുറ്റത്ത് നിന്ന് അടിയിടാതെ ഇങ്ങോട്ട് വാ. പാറോമ്മ. ആ സാക്ഷി മോളെ വാ. ഇഷു എന്തി? ഹായ് പാറു ആൻറ്റി. ആ ഇഷു വാ. പാറു ആൻറ്റി എനിക്ക് നല്ല ചൂടെടുക്കുന്നു. മോക്ക് പാറോമ്മ നല്ല ജ്യൂസ് എടുക്കാം, വാ കേറ്. അല്ലടി ശിവ എന്തി? അവൻ മേലെ കുളിക്കുവാടി. ആണോ? പാറു ആൻറ്റി എൻ്റെ റൂം അവിടെ, എനിക്ക് ഫ്രഷ് ആവണം. ആ മോളെ സാക്ഷി, ഈ പടി കയറി മേളിൽ ചെന്നിട്ട് ലെഫ്റ്റ് സൈഡിൽ രണ്ടാമത്തെ റൂമാണ് മോഡൽ റൂം. അപ്പം ഞാനും ചേച്ചിയുടെ കൂടെയാണോ കിടക്കേണ്ടത്? അല്ല, മാധു പറഞ്ഞു നിനക്ക് പ്രത്യേകം റൂം വേണമെന്ന്. അതുകൊണ്ട് നീ മേളിൽ ചെന്നിട്ട് റൈറ്റ് സൈഡിലെ ഫസ്റ്റ് റൂം. ഓക്കെ? ആ ഓക്കെ അമ്മായി. ബാ ചേച്ചി. എന്ത് ചൂടല്ലേ ചേച്ചി? അതെ നല്ല ചൂടുണ്ട്. അപ്പോൾ ചേച്ചിക്ക് ലെഫ്റ്റ് സൈഡിലെ ഫസ്റ്റ് റൂമും എനിക്ക് റൈറ്റ് സൈഡിലെ സെക്കൻഡ് റൂമും. അങ്ങനെയാണോ പാറുമ്മ പറഞ്ഞേ? അതെ. എന്താ ചേച്ചി കൺഫ്യൂഷനായോ? ഞാൻ പറ കറക്റ്റ് ചേച്ചി. ആ ഓക്കെ, എന്നാൽ ഞാൻ പോയി ഫ്രഷ് ആയിട്ട് വരാം. ആ ഓക്കെ. ഓ എന്ത് ചൂടാ, ഒന്ന് കുളിച്ചപ്പോഴാശ്വാസമായത്. ഞാൻ മാധു സാക്ഷി. സോറി. എന്താ ഇപ്പോൾ പറഞ്ഞിട്ട് പോയേ?
മാധു സാക്ഷി ആ മാധു അമ്മയുടെ മോള് സാക്ഷി. ഓ അതായിരുന്നു. അയ്യേ എന്നെ കൊച്ചിനാണോ കൊച്ചുണ്ട്. അയ്യേ പോയി 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 പോയടാ ശിവ, നിന്റെ മാനൊക്കെ പോയടാ. അയ്യേ നാണോ മാനം ഇല്ലടാ നിനക്ക്. നിന്റെ ഫസ്റ്റ് ഇമ്പ്രഷൻ തന്നെ കോളവാക്കിയല്ലടാ ശിവ നീ. അയ്യേ അയ്യേ ഞാൻ എങ്ങനെ ആ കൊച്ചിൻ്റെ മുന്നിൽ പോവും എൻ്റെ ദൈവമേ. ഒന്ന് ഫ്രഷ് ആയിട്ട് വേണം സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ. ഈ ചൂടത്ത് ഉറങ്ങാൻ പറ്റുമെന്ന് തന്നെ ആർക്കറിയാം. ഇതാരണ്ട് യൂസ് ചെയ്ത റൂമാണല്ലോ കണ്ടിട്ട്. ഓ അവളൊരു പെട്ടിയും പട്ടി. ഇന്നൊക്കെ എൻ്റെ നടു ഒടിഞ്ഞു. ബാത്റൂമിൽ ഇതാരാ? ഇതെന്താ ഇങ്ങനെ? സോറി. അയ്യോ അഗ്നി നീ എന്ത് കണ്ടത്? മോശം മോശം മോശം. അയ്യോ ഞാൻ ഇനി അവളെ മുമ്പ് എങ്ങനെ പോകും? അയ്യോ അയ്യേ ആ ഷേംലെസ് ക്ലീച്ചഡ് ബ്ലഡി ബുൾഷിറ്റ്. അവനെൻ്റെ അയ്യേ അവനെന്ത് ധൈര്യം ഉണ്ടായിട്ട് എൻ്റെ റൂമിൽ കയറിയത്. ഇപ്പൊ തന്നെ കാണിച്ചെടുക്കാം. തന്നെയാണോ എൻ്റെ റൂമിൽ കയറിയത്? എന്താ നിന്റെ റൂമോ? എടി അത് എൻ്റെ റൂമാടി, എൻ്റെ റൂം. താറോൻ്റെ എനിക്കെന്ന റൂമാ അത്. കാണിച്ചു മോളിയും കൊണ്ടുവരാം. ഇയാൾ എങ്ങോട്ട് കൊണ്ടുവന്നു? ആ ഫോട്ടോയിൽ ആരാ നോക്കടി കോണെന്ന് പറഞ്ഞു. ദിസ് ഫേസ് ആൻഡ് ദിസ് ഫേസ് സെയിം. അതായത് ഇത് എൻ്റെ റൂമാ. മോക്ക് തന്നത് റൈറ്റ് സൈഡിലെ ഫസ്റ്റ് റൂം എന്നാ. ഓ ഐ സി. ആർക്കായാലും ഒരു അബദ്ധം പറ്റും. ഇത് വല്ലാത്തൊരു അബദ്ധമായിപ്പോയി. മോള് ആ വെള്ളയിരിക്കുന്ന പെട്ടിയും കിടക്കി എടുത്ത് റൂമിലോട്ട് ചെല്ലേ. ആ ശിവ നിനക്ക് ഞങ്ങളൊക്കെ ഓർമ്മയുണ്ടോടാ? ആ പിന്നെ എൻ്റെ അച്ഛനെ എപ്പോഴും തെറി വിളിക്കുന്ന ആളല്ലേ, ഓർമ്മ ഉണ്ടാതിരിക്കുവോ? എന്താ മോനെ? ഒന്നില്ല. എനിക്ക് എൻ്റെ അമ്മാവനെ മറക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞേ. അതെങ്ങനേട്ടാ? ഇവനെ ഞാൻ കൈക്കൊണ്ട് നടന്നില്ലയോ? ഇവന് 2 വയസ്സ് ഉള്ളപ്പോൾ വരെ ഞാനല്ലേ ഇവനെ നോക്കിയത്. ഇവന് കളിപ്പിക്കാനും ഉറക്കാനും പാട്ട് പാടി കൊടുക്കാനൊക്കെ ഞാനില്ലായിരുന്നു. ഏട്ടത്തിക്ക് പിന്നെ ഇവൻ്റെ കാര്യം ആലോചിച്ച് പേടിക്കേ വേണ്ടായിരുന്നു. അത് ശരിയാ, ഇവളെ എന്നെക്കാട്ടും നല്ല രീതിയിൽ തന്നെ അവനെ നോക്കിയത് ഒരമ്മയെ പോലെ. മോളെ കഴിക്ക്. ഇത് മൊത്തം വെജിറ്റബിൾസ് ആണല്ലോ. ഇവിടെ ചിക്കനും ബീഫൊന്നും കിട്ടില്ലേ? ഓ എൻ്റെ ഇഷ്യൂ, ഇവിടെ ഒന്നും അങ്ങനെ ആരും കഴിക്കാറില്ല. എല്ലാവരും വെജിറ്റബിൾസാണ് കഴിക്കുന്നത്. നീ വേണമെങ്കിൽ കഴിച്ച് എണിച്ചിട്ട് പോ. പിന്നെ എന്നോട് ഞാൻ വന്നപ്പോഴേ പറഞ്ഞതാ, നിന്റെ വാശിയൊക്കെ അവിടെ വെച്ചിട്ട് കളഞ്ഞിട്ട് ഇവിടെ നല്ല രീതിയിൽ തന്നെ നിൽക്കണമെന്ന് നിൻ്റെ ഞാൻ പറഞ്ഞിട്ടാണ് വന്നത്. മോക്ക് ചിക്കനും മീനും വല്ലതും വേണമെങ്കിൽ മഹേഷിനെ കൊണ്ട് പാറമ്മ മേടിപ്പിക്കാം. വേണോ? എൻ്റെ പൊന്നു നാത്തു, നീ അവളുടെ താളത്തിനൊത്ത് തുള്ളാതെ. എടി അങ്ങനല്ല, കൊച്ചിൻ്റെ ആഗ്രഹമല്ലേ, അവൾക്ക് അത് കഴിക്കാൻ തോന്നെങ്കിൽ മേടിച്ചു കൊടുക്കാം. ഇനി അമ്മ അവൾ പറയുന്ന ആഗ്രഹമെല്ലാം നടത്തി കൊടുക്കായിരിക്കും. ഒന്നാമത് അവൾ അഹങ്കാരം കൊണ്ട് മേളിൽ നിൽക്കുക. അമ്മയെ അതെങ്ങനെയെങ്കിലും കുറയ്ക്കാൻ നോക്കുമ്പോൾ അമ്മ ഇങ്ങനെ അവളെ കൊഞ്ചിച്ച് വഷളാക്കുവാണോ? അമ്മയെ അവളെ ഇവിടെ കൊണ്ടുവന്നത് അവളുടെ സ്വഭാവം മാറ്റി നല്ല രീതിയിലാക്കാൻ വേണ്ടിയാണ്. അമ്മ വെറുതെ അവളുടെ സ്വഭാവം വീണ്ടും വഷളാക്കിപ്പിക്കാതെ. അമ്മ എനിക്ക് മതി, ഞാൻ എഴുന്നേക്കുക. അയ്യോ അതിന് മോളൊന്നും കഴിച്ചില്ലല്ലോ. പാറമ്മ കുറച്ചും കൂടെ ചോറിടാം. വേണ്ട പാറമ്മ, എനിക്ക് മതി. എനിക്ക് നല്ല ക്ഷീണമുണ്ട്. ഞാനൊന്ന് ചെന്ന് കിടക്കട്ടെ. എന്നാ മോള് ചെന്ന് കിടക്കുക. ని సరే రే మామ పాప ని ద బమ పని సరే ని సరి ని ద పని ద పమ గరి మగ సని సా. ഇഷു എഴുന്നേക്കടി ഇഷു. ഓ ചേച്ചി, ഞാൻ ഇച്ചിരി നേരം ഉറങ്ങട്ടെ. മോളെ ഒന്ന് എഴുന്നേക്ക്, നമുക്ക് അമ്പലത്തിൽ പോയിട്ട് വരാം. വാ ഒന്ന് പോടി ചേച്ചി, നീ പോയിട്ട് വാ. ചെയ്യില്ല ഞാനൊന്നും ഇല്ല. ഓ ഇവള്, എന്നാ നീ ഇവിടെ കിടന്നോ, ഞാൻ പോവാ. അമ്മ ഞാൻ ഇറങ്ങുവാണേ. അല്ല മോളിതെവിടെ പോന്ന്? അത് പാറമ്മേ, ഞാനിവിടെ വന്നിട്ട് അമ്പലമൊന്നും കണ്ടില്ലല്ലോ, അപ്പം അമ്പലത്തിലോട്ട് പോവാന്ന് വെച്ച്. അയ്യോ അതിന് മോക്ക് വഴി അറിയാവോ?
അതില്ല. പിന്നെങ്ങനെ പോകുന്നത്? വഴി തെറ്റി അങ്ങനെ പോയാലോ? എടാ നീ ഇവിടെ അമ്പലത്തിലൊന്ന് കൊണ്ടാക്കിയിട്ട് വാ. ഞാനോ? പോയമ്മേ, എനിക്ക് ഓഫീസിൽ പോകണം. നീ കുറച്ച് താമസിച്ചാലും അവിടെ ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. നീ ഇവിടെ ഒന്ന് കൊണ്ടാക്കിയിട്ട് വാ, ചെല്ല്. ഓ വാ. മോള് ചെല്ല്. ശരി പറ അമ്മേ. സൂക്ഷിച്ച് കൊണ്ടുപോണേടാ കൊച്ചനെ. ഓ ശരി അമ്മേ. ഈ ചെറുക്കനൊരു കാര്യം. ആൾറെഡി സാക്ഷി ഇതവിടെ പോയതാ? അവൾക്ക് അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞു. വഴിയൊന്നും അറിയത്തില്ല. അപ്പം ഞാൻ ശിവയുടെ കൂടെ പറഞ്ഞു വിട്ടതാ. അതെന്തായാലും നന്നായി. അവനാകുമ്പോൾ കൊണ്ടാക്കുമല്ലോ. അതാ ഞാൻ അവൻ്റെ കൂടെ പറഞ്ഞു വിട്ടത്. അല്ലടി ഇഷുവിൻ്റെ അനക്കൊന്നുമില്ലല്ലോ. അവൾ എഴുന്നേറ്റില്ലേ? അയ്യോ, ആ സാധനത്തിൻ്റെ കാര്യം ഞാൻ വിട്ടുപോയി. അതാണെങ്കിൽ പൊതച്ചുമൂടി കിടന്ന് ഉറങ്ങുമായിരിക്കും. അവിടെ അങ്ങനെ 10 മണി ആവാതെ അവൾ എഴുന്നേക്കത്തില്ല. എന്ത് ചെയ്യാനാ? മൂട്ടി വെയിലടിച്ചിട്ട് എഴുന്നേക്കാത്ത ഇതേപോലത്തെ ഒരു കൊച്ച്. ഞാൻ പോയി അവളെ വിളിച്ച് എഴുന്നേപ്പിക്കാടി. നീ ചെല്ല്. എൻ്റെ പൊന്നെ, കായ് മുട്ടുവേദന സഹിക്കാൻ വയ്യാത്തത്. എന്താ അമ്മായി? ഒന്നുമില്ലടാ, ഈ പടിയേറുന്ന കാര്യം വല്ലാത്തൊരു കഷ്ടമാ. അമ്മായി എവിടെ പോന്ന്? ഞാൻ ഇഷുവിനെ വിളിക്കാൻ പോവായിരുന്നു. അവളാണെങ്കിൽ ഇതുവരെയായിട്ട് എഴുന്നേറ്റില്ല. ആണോ? അവളിതുവരെ എഴുന്നേറ്റില്ലേ? ഇല്ലടാ, അവൾ അവിടെ അങ്ങനെ 10 മണി ആവാതെ അവൾ എഴുന്നേക്കത്തില്ല. എന്തൊരു കഷ്ടമാ. ഈ കൊച്ചിനെ കൊണ്ട് ഞാൻ തോറ്റു മോനെ. സാരല്ല, അമ്മായി പൊക്കോ, ഞാൻ അവളെ വിളിച്ചിട്ട് വരാം. എന്നാ പിന്നെ നീ വിളിച്ചിട്ടോ, ഞാൻ അങ്ങോട്ട് താഴോട്ട് പോകണം. ശരി അമ്മായി. സുഖമായിട്ട് ഉറങ്ങും നോക്കിയേ. ഇടി കാട്ടുമയിലേ, നിന്റെ ഉറക്കം ഞാൻ ഇപ്പൊ ശരിക്ക് തരാവേ. അയ്യോ, ഫ്ലഡ്. അമ്മേ മമ്മി, രക്ഷിക്കും മമ്മി. അയ്യോ, ഫ്ലഡ്. ഇതെന്താ? എന്റെ ദേഹം മാത്രമേ കണ്ടുള്ളൂ. ഇവിടെ ഒന്നും വെള്ളമില്ലല്ലോ. ഹലോ, കൂടുതൽ ചിന്തിക്കണം, ഞാൻ കോരി വെച്ചതാ. കടുവേ, തന്നോട് ആരാടാ പറഞ്ഞേ എന്റെ ദേഹത്ത് വെള്ളം ഒഴിക്കാൻ? ആരും പറഞ്ഞില്ല, ഞാൻ സ്വന്തമായിട്ട് ഒഴിച്ചതാണ്. തനിക്ക് എത്ര ധൈര്യം ഉണ്ടായിട്ടോടോ എന്റെ ദേഹത്ത് വെള്ളം ഒഴിച്ചത്? നിന്റെ ദേഹത്ത് വെള്ളം ഒഴിക്കാനായി അത്രക്ക് ധൈര്യമൊന്നും വേണ്ടടി. എന്താ ഇപ്പൊ തനിക്ക് എന്ത് വേണം? നീ പോയി കുളിച്ചിട്ട് റെഡി ആയിട്ട് വാ. ഇപ്പൊ കുളിക്കാനോ? പിന്നെ പോയി കുളിച്ച് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് അടുക്കളയിലോട്ട് ചെല്ല്. വാട്ട്? ഞാൻ കിച്ചണിലോട്ടോ? അതെ. നോ വേ. ഞാൻ UK പോലും കിച്ചണിലോട്ട് കേറിയിട്ടില്ല. എനിക്ക് എന്തെങ്കിലും വേണമെങ്കിൽ മമ്മി എന്റെ കൊണ്ട് തരുമായിരുന്നു. അതാ മാധുമ്മ തന്നെ പറയണം. ഓരോന്നൊക്കെ നിന്റെ കയ്യിൽ കൊണ്ടുവച്ച് തരുന്നോണ്ടാ നീ ഇങ്ങനെ അഹങ്കാരം കാണിച്ചിരിക്കുന്നത്. മിണ്ടരുത് നീ. മര്യാദക്ക് പോയി കുളിച്ചിട്ട് താഴേക്ക് വന്നോണം. ഇല്ലെങ്കിൽ താൻ എന്ത് ചെയ്യും? ഇല്ലെങ്കിൽ ഞാൻ പലതും ചെയ്യും. വാട്ട്? അതൊക്കെ മോക്ക് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഇപ്പൊ മോള് പോയി കുളിച്ചിട്ട് വാ. ചെല്ല്. എന്താടി ഉണ്ടക്കണ്ണി നോക്കുന്നത്? ഇപ്പൊ കുളിച്ചിട്ട് വാടി. എന്ത് ചെയ്യാനാ? മാവിലെല്ല എല്ലാം അങ്ങ് പൊഴിഞ്ഞു വിടേ. എനിക്ക് ജോലിപ്പാടെന്ന് വെച്ച് ഇത്രയും ജോലിപ്പാടുണ്ടോ? ഉള്ള എല്ലാം വാടി അങ്ങ് വീഴുക. തൂത്തൂത്തെന്റെ ഊപ്പാട് ഇളകി. എന്ത് ചെയ്യാനാ? മമ്മി, മിൽക്ക്. അയ്യോ, ഇതെന്ത് കോളാടി കൊച്ചാ നിന്റെ? എന്താ പറയണ്ടി? നീ എന്തേ നിക്കർ ഇട്ടുണ്ട്? പറയണ്ടി, ദിസ് ഇസ് നോട്ട് നിക്കർ, ദിസ് ഇസ് ഷോർട്ട്സ്. മാധു, ഇതെന്താ കൊച്ചിന് നീ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെയാണോ ഇടിപ്പിക്കുന്നത്? ഞാൻ എന്ത് ചെയ്യാനാടി? അവൾ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇടത്തോള്. അതങ്ങനെ അച്ഛനും കൂടെ നിൽക്കുമല്ലേ സപ്പോർട്ടിന്. ഇനി എന്നെ പറ. അതേട്ടത്തി, അവൾ അങ്ങനത്തെ ഡ്രസ്സ് ഇടത്തോളൂ. അവളുടെ ഇഷ്ടമല്ലേ ഏത് ഡ്രസ്സ് ഇടണമെന്നൊക്കെ. അതൊക്കെ ശരിയാ അമ്മാവാ. എന്നാലും അവൾ ഇടുന്ന ഡ്രസ്സിലും ഒരു മാന്യത വേണ്ടേ? കാരണം നമ്മളെ പോലെ ആയിരിക്കത്തില്ല അമ്മാവാ ചുറ്റിലുള്ളവർ ചിന്തിക്കുന്നത്. നമ്മൾ അതും കൂടെ ആലോചിച്ചിട്ട് വേണ്ടേ ഏത് തരത്തിലുള്ള ഡ്രസ്സ് ധരിക്കണമെന്ന് തീരുമാനിക്കുന്നത്. മോൻ പറയുന്നത് ശരിയാ. എന്ത് ശരി? ഒരു ശരിയില്ല. പപ്പ എന്തിനാ അതിന് ശരി വെക്കുന്നത്? ഇയാൾ പറഞ്ഞ എല്ലാം റോങ് ആയിട്ടുള്ള കാര്യങ്ങളാ. ഒരുമാതിരി ഓൾഡ് പീപ്പിൾസ് പറയുന്ന പോലെ. ഓൾഡ് പീപ്പിൾസ് നിന്റെ? ഇങ്ങോട്ട് വാ. എങ്ങോട്ട്? ഇങ്ങോട്ട് വരാൻ പറഞ്ഞ വന്നാ മതി. വാടി. വിട്. എടാ, നീ അവളെ എവിടെ കൊണ്ടുപോവാ? അവൻ കൊണ്ടുപോട്ട് നാത്തു. അവൻ ശരിയാക്കി എടുത്തോളൂ അവളെ, അതെനിക്ക് ഉറപ്പാ. ഈ ചെറുക്കൻ ഇനി എന്ത് കാണിച്ചു വെക്കുമോ എന്തോ. ഇവിടെ നിൽക്ക്, ഞാനിപ്പോ വരാം. ഇയാളത്തോടെ പോന്നു. ഇതെന്താ? എന്താന്ന് മനസ്സിലായില്ലേ? ഇത് ചുരിദാർ. അത് മനസ്സിലായി. പക്ഷെ ഇത് എനിക്കെന്തിനാ? ഇത് നീ ഇട്ടിട്ട് വാ. വാട്ട്? ഇത് ഞാനോ? എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനത്തെ ഡ്രസ്സ് ഇട്ടിട്ടില്ല. ആണോ? എന്നാ മോള്
ഇനി മുതൽ ഇങ്ങനത്തെ ഡ്രസ്സായിരിക്കും ഇടാൻ പോകുന്നത്. വാട്ട് നോൺസെൻസ് ആർ യു ടോക്കിംഗ്? എങ്ങനത്തെ ഡ്രസ്സ് വേറെയാണോന്ന് അത് എൻ്റെ ഇഷ്ടമാണ്. എൻ്റെ പ്രൈവസി കയറി ഇടപെടാൻ ഞാൻ ഇതുവരെയായിട്ട് ആർക്കൊരു റൈറ്റ്സ് ഞാൻ കൊടുത്തിട്ടില്ല, എന്നിട്ട് കൊടുക്കൂല്ല. നീ കൊടുക്കണ്ട, ഞാനിങ്ങ് മേടിക്കുക. സോ മോള് ഇതിട്ടിട്ട് വാ. ഞാൻ തന്നോട് പറഞ്ഞില്ലേ ഞാൻ ഇത് ഇടില്ല. ഇടില്ലേ? ഇല്ല. ഉറപ്പാണോ? ആ താനിത് ഇങ്ങോട്ട് കയറി വരുവാ? നീ ഇത് ഇട്ടുകൊണ്ട് നടക്കുവാണെങ്കിൽ എനിക്ക് പലതും ചെയ്യാൻ തോന്നും. ആ വാട്ട്? കൈ എടുക്കണോ? നീ ഇത് മാറ്റിട്ടോ, അല്ലെങ്കിൽ ഇതേപോലെ എനിക്കെന്തെങ്കിലും തോന്നിയാലോ? ആ യു റാസ്കൽ, മാറ്. ദാ ഇതിട്ടിട്ട് വാടി. ഓ തന്നെ പേടിച്ചിട്ടൊന്നുമല്ല. ആ ഓക്കെ ഓക്കെ. മമ്മി. ആ Nini sa 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 sari ni sa 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 ని సరే రే మామ పాప ని ద బమ పని సరే ni sari ni da pani da pamagari maga sa ni sa. ആ ഇതാരേ വരുന്നത്? ഓ എൻ്റെ കുഞ്ഞിനെ ആരെ കണ്ണ് വെക്കാതിരിക്കട്ടെ. ഇപ്പൊ നല്ല സുന്ദരിയായി. എന്താണ് നിന്റെ മുഖത്തിനൊരു വാട്ടം? ഒന്നുമില്ല മമ്മി. ആരാ നിന്റെ മമ്മി? നിനക്ക് അമ്മ എന്നുള്ള വാക്ക് നാവി വരത്തില്ലേ? ഇത് തന്നെയാണോ മോനെ ഞാൻ ഇവളോട് 100 വട്ടം ചോദിക്കുന്നത്. ഇനി മുതൽ നീ മാധു അമ്മ അമ്മയെന്ന് മാത്രമേ വിളിക്കുള്ളൂ കേട്ടല്ലോ. അല്ലാതെ മമ്മി എന്ന് വല്ലതും വിളിക്കുന്നത് ഞാൻ കേട്ടാ ബാക്കി നിനക്ക് അപ്പ തരും ഞാൻ കേട്ടല്ലോ. ഇയാളെന്താ ഇങ്ങനെ? മോളെ ഇങ്ങ് വന്നേ. എന്താ ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ എൻ്റെ ചെറുക്കൻ നീ ഉദ്ദേശിക്കുന്ന കണക്കൊന്നും അല്ല. ഓ തൊള്ളേ നിങ്ങള് എന്തോ അഗ്നി, എന്തിനു നിങ്ങൾ അങ്ങനെ വിളിക്കുന്നു ഇപ്പം? അല്ല ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയതാ. പേടിയുണ്ട്. ഓ എന്താ അവിടെ? ഒന്നുമില്ല. എന്നാ വാ ഇങ്ങോട്ട്. എങ്ങോട്ട്? പാടത്തോട്ട്. എന്തിന്? പാടത്ത് എന്തിനാ പണിയെടുക്കാൻ? വാട്ട്? ഞാനോ? അല്ല നിന്റെ എന്താ പറയാൻ വന്നേ? പറ ഇപ്പൊ തന്നെ പറ. ഇങ്ങോട്ട് വാ. ഇല്ല ഞാൻ വരത്തില്ല. പാറു അമ്മ എനിക്ക് പോവണ്ട. മോളെ ചെല്ല്. എന്നാ പിന്നെ അവളിവിടെ നിക്കട്ടെടാ. മോളെ നല്ല രസമായിരിക്കും അവിടെയൊക്കെ. മോളങ്ങനെ കണ്ടിട്ടില്ലല്ലോ. ചെല്ല്, അത്ര ജോലിയൊന്നും എടുപ്പിക്കത്തില്ല അവൻ. ചെല്ല് മോളെ ചെല്ല്. പാറു അമ്മ ഇഷു ചെല്ല അവൻ്റെ കൂടെ. അവൻ നല്ല കൾച്ചർ തന്നെ പഠിപ്പിക്കും. കർമ്മ പോതളെ. ഇഷാനി വാ. വരുന്നു. ഓ ഇവിടെ എന്ത് വെയിലായത്. അയ്യോ എനിക്ക് വയ്യേ. നീ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ, അതിനു മുമ്പേ നീ കുഴഞ്ഞോ? ഇനിയിപ്പൊ ജോലിയൊക്കെ ചെയ്ത് നീ എന്ത് അവസ്ഥയിലാവും? എന്താ ജോലിയോ?